ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിലെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ വോയിസ് പാണക്കാട്. എങ്ങനെയുണ്ടായിരുന്നു ലാസ്റ്റ് ഡേയിലെ മാർക്കറ്റ്? കംപ്ലീറ്റ്ലി ചോപ്പിനെസ് ആയിരുന്നു അല്ലേ? ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വരയ്ക്കണ്ടായിരുന്നു എന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിപ്പോയി. ഞാൻ രണ്ട് ലൈൻ എന്നും യൂഷ്വലി ചെയ്യുന്നത് പോലെ തന്നെ സപ്പോർട്ട് റെസിസ്റ്റൻസും അന്നത്തെ റിയൽ മാർക്കറ്റ് ഉണ്ടായിട്ടില്ല, അതായത് രാവിലത്തെ അരമണിക്കൂറിനുള്ളിൽ ഉണ്ടായിട്ടുള്ള ഒരു സപ്പോർട്ടിനെ റെസിസ്റ്റൻസിനെ ചുമ്മാ ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്ത് വരച്ചു വെച്ചു. ഇതിൻ്റെ മുകളിലേക്കോ താഴത്തേക്കോ ആയിരിക്കും ട്രേഡ് എന്ന് ഞാൻ പറയുകയും ചെയ്തു. ആൻഡ് അന്നത്തെ ദിവസം ആ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ മാർക്കറ്റ് എന്ത് ചെയ്തു, സ്റ്റെക്കായിട്ട് നിന്നു എന്നുള്ളതാണ്. ലാസ്റ്റ് ടൈം ഞാൻ ആ ഒരു വോളറ്റാലിറ്റിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും അതുപോലെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ഇൻഫാക്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ട്രേഡ് മാർക്കറ്റ് ഓപ്പൺ ആയി 5-6 മിനിറ്റ് കൊണ്ട് എൻ്റെ ട്രേഡ് ആക്റ്റീവ് ആയിട്ടുണ്ട്. അവിടെ നിന്ന് 100 പോയിന്റ് 150 പോയിന്റോളം മാർക്കറ്റ് താഴെ വന്നു. 20 പോയിന്റ് പോലും പ്രീമിയത്തിൽ കിട്ടിയില്ല. എന്നിട്ട് അവസാനം അതിനെ ചെറിയൊരു ലോസിൽ അതിനെ എക്സിറ്റ് ചെയ്ത് ഒഴിവാക്കിയ ആ ഒരു ട്രേഡിനെ എന്നുള്ളതാണ്. എത്ര സമയമാണ് ആ ട്രേഡും കൊണ്ട് കാത്തിരുന്നതെന്നറിയോ? ആൻഡ് ഇതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. നാളത്തേക്ക് ലെവൽസോ ഇൻട്രാഡേയിലേക്കുള്ള ലെവൽസോ കാര്യങ്ങളോ ഒന്നും ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. എന്താണോ ഇന്നലെ നമ്മൾ മാർക്കറ്റിൽ റിയൽ മാർക്കറ്റിൽ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള ലെവൽസ്, ആ ലെവൽസ് തന്നെയാണ് നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ടുള്ളത്. ബട്ട് ഹയർ ടൈം ഫ്രെയിമിലെ ചാർട്ടിലേക്ക് പോകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളടുത്ത് പറഞ്ഞു തരാനുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇന്നിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ചാർട്ടിനെ ഞാൻ ഒന്നുകൂടി പോസ്റ്റ് ചെയ്ത് ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു ചാർട്ടിനെ വാച്ച് ചെയ്തു എന്ന് പറഞ്ഞാൽ, കാരണം പ്രത്യേകിച്ച് അനാലിസോ കാര്യങ്ങളായിട്ടൊന്നും പറയാനില്ല, മാർക്കറ്റിൻ്റെ ലെവൽസും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടെന്നുള്ളതാണ്. സോ നമുക്ക് ചാർട്ടിലേക്ക് പോകാം. കുറച്ച് കാര്യങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറയാനുള്ളത്. ഒന്നാമത്തെ കേസ് എന്താ വെച്ചാൽ മൊമെൻറ്റം കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. കംപ്ലീറ്റ് ഒരാഴ്ചയായിട്ട് നമുക്ക് മൊമെൻറ്റം കാണാൻ പറ്റുന്നില്ല. ഒരാഴ്ചയായിട്ട് അതിനിടയിൽ ആ ഒരു നിഫ്റ്റിയുടെ എക്സ്പയർഡ് എന്നാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ തലേദിവസം ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയർഡ് എന്ന് നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിലും ചെറിയ മൂവുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓൾ ടൈം ഹൈൻ്റെ തൊട്ട് മുകളിലായിട്ട് മൂവുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബട്ട് ഫ്രഷ് ബൈയിങ് അവിടെ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് റിയാലിറ്റി. ആൻഡ് എന്തുകൊണ്ട് ആ ഒരു നിഫ്റ്റി എക്സ്പയർഡ് എന്ന വോളറ്റാലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് തന്നെയാണ് റിലയൻസിൻ്റെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. മേ ബി അതുകൊണ്ടായിരിക്കാം, അറിയില്ല എന്താ കാര്യം എന്നുള്ളതൊന്നും അറിയില്ല. അതിപ്പം സംഭവിച്ച് കഴിഞ്ഞതിന് ശേഷം അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ബട്ട് ആ ഒരു മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്കറിയാവുന്ന ഒരു കാര്യം എന്താണെന്ന് പറയുക, വൈൽഡായിട്ടുള്ള ഒരു മൂവ് ഉണ്ടായിട്ടുണ്ട്. ബട്ട് ആ ഒരു വൈൽഡായിട്ടുള്ള മൂവ് ഉണ്ടായിട്ടുള്ളതും ഒരു പ്രീവിയസ് ഡേ ഉണ്ടായിട്ടുള്ള ആ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ആ റേഞ്ചിനെ മാർക്കറ്റിന് ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് റിയാലിറ്റി. ആൻഡ് ഓഫ് കോഴ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ഓൾ ടൈം ഹൈൻ്റെ തൊട്ടടുത്താണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിലും ബാങ്ക് നിഫ്റ്റി ഇനി ഒരുപാട് ദൂരം അങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യാണ്ട് ബാങ്ക് നിഫ്റ്റിക്ക് ഓൾ ടൈം ഹൈയിലേക്ക് പോകാനുള്ള പ്രത്യേകിച്ച് യാതൊരു ഇൻട്രസ്റ്റും കാണുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത്. നിഫ്റ്റിയിലെ ഹെവി വെയിറ്റേജ് സ്റ്റോക്കുകൾ, അതായത് ബാങ്കിങ് സെക്ടർ ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ സ്റ്റോക്കുകളും ഓൾമോസ്റ്റ് ഓൾ ടൈം ഹൈയിലാണ് നിൽക്കുന്നത്. ഈ ഒരു ഓൾ ടൈം ഹൈയിൽ നിൽക്കുമ്പോൾ അഗ്രസീവായിട്ടുള്ള പുതിയ ബൈയിങ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുതിയ ബൈയിങ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് ചാർട്ടിലേക്ക് പോകാം. എന്തൊക്കെയാണ് നമ്മൾ അടുത്ത ആഴ്ചയിലേക്ക് എങ്ങനെയൊക്കെ ആയിരിക്കണം നമ്മുടെ ട്രേഡ് പ്ലാനുകൾ ഉണ്ടാവേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ശ്രദ്ധിച്ച് കേൾക്കുക. നമുക്ക് ചാർട്ടിലേക്ക് പോകാം. സോ ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റി 50യുടെ ചാർട്ടിലാണ്. ഞാൻ ആദ്യം നമുക്കിവിടെ ഡ്രോയിങ്സിനെല്ലാം തന്നെ ഹൈഡ് ചെയ്യാം. ഈ ഡ്രോയിങ്സിനെ ഹൈഡ് ചെയ്തിട്ട് ഞാൻ ഇവിടുന്ന് വീക്കിലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് ഒന്ന് പോവുകയാണ്. വീക്കിലി ടൈം ഫ്രെയിം ചാർട്ടിൽ നമുക്കൊരു സൂപ്പർ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ക്യാൻഡിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നിഫ്റ്റിയുടെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ ബുള്ളിഷ് ക്യാൻഡിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ബട്ട് അവിടെ നമ്മൾ ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റി പ്രീവിയസ്ലി ഉണ്ടാക്കിയിട്ടുള്ള ഈ റേഞ്ചിൻ്റെ മുകളിലേക്ക് ഓഫ് കോഴ്സ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും എക്സാക്ട്ലി ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ഇൻവേർട്ടഡ് ഹാമ്പറിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മാർക്കറ്റ് എന്ത് ചെയ്യുന്നത്, സ്റ്റിൽ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് വീക്കിലി ടൈം ഫ്രെയിമിലെ കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത് കേട്ടോ. വെൻ ഇറ്റ് കംസ് ടു ഡെയിലി ടൈം ഫ്രെയിം ചാർട്ട്, നമ്മൾ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ബാങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു സീരീസ് ഓഫ് ഇൻഡിസിഷൻ ക്യാൻഡിൽസ് ആണ്. കംപ്ലീറ്റ് ആയിട്ട് ഒരു സീരീസ് ഓഫ് ഇൻഡിസിഷൻ ക്യാൻഡിൽസ് ആണ് നമുക്ക് ഇവിടെ കുറേ ദിവസങ്ങളായിട്ട് ഒരാഴ്ചയുടെ മുകളിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു കംപ്ലീറ്റ് ഒരു സൈലൻസ് ആണ് മാർക്കറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നത് വെൻ ഇറ്റ് കംസ് ടു ബാങ്ക് നിഫ്റ്റി. അതേ ഒരു സമയത്ത് നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്നറിയോ, ഇവിടെയൊക്കെ നമുക്ക് എന്ത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു, ഇവിടുന്ന് മാർക്കറ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ. ഇവിടുന്ന് മാർക്കറ്റ് ഇവിടെ ക്ലോസ് ചെയ്തിട്ട് ഹെവി ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ആയിട്ടുള്ളത്, ഹെവി ഗ്യാപ്പ് അപ്പ് ആയിട്ട്. ബട്ട് ഇവിടുന്ന് മാർക്കറ്റ് എന്ത് ചെയ്തു, ജസ്റ്റ് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തിട്ട് എഗെയിൻ ഒന്ന് താഴത്തേക്ക് വന്നു ആൻഡ് എഗെയിൻ ഫ്രഷ് ബൈയിങ് വന്നു. ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇവിടുന്ന് ഈ ഒരു പോയിന്റിലേക്ക് എത്തി, എഗെയിൻ ഈ ഒരു പോയിന്റിലേക്ക് എത്തി. യൂഷ്വലി നമുക്ക് എല്ലാ ദിവസവും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാം. ഞാൻ ചെറിയൊരു ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് പോയിട്ട് ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടൊരു കാര്യം മനസ്സിലാവും. ഇവിടെ നമുക്ക് ഗ്യാപ്പ് അപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ, ഇപ്പം ഈ ഒരു ചാർട്ടിൽ നിങ്ങൾ നോക്കിയേ, അതായത്
ഈ ഒരു പോയിന്റ് മുതൽ നിങ്ങൾ നോക്കി ഗ്യാപ്പ് അപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ ഒരു ഫ്രഷ് ബൈയിങ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഫസ്റ്റത്തെ 26-ാം തീയതി നമുക്ക് കാണാൻ പറ്റി. ആൻഡ് ഇവിടെ ഗ്യാപ്പ് അപ്പ് ഉണ്ടായിട്ട് ചെറിയൊരു സെൽ ഓഫ് വന്നു. ആൻഡ് ഇവിടെ പിന്നെ റേഞ്ചിന്റെ താഴെയായിരുന്നു മാർക്കറ്റ് ഉണ്ടായിരുന്നത്. ഇവിടെയും ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഉണ്ടായി, ഒരു ഫ്രഷ് ബൈയിങ് മാർക്കറ്റിലേക്ക് വന്നു. ആൻഡ് പ്രീവിയസ് ഡേയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു ഗ്യാപ്പ് അപ്പ് ഉണ്ടായി, ഒന്ന് താഴത്തേക്ക് വന്നിട്ട് ഒരു അഗ്രസീവ് ആയിട്ടുള്ള ബൈയിങ് താഴത്തേക്ക് വന്നു. ആൻഡ് പ്രീവിയസ് എക്സാമ്പിൾസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സ്ഥലത്ത് നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടുന്ന് ഒരു ഫ്രഷ് ബൈയിങ് ഗ്യാപ്പ് അപ്പ് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഫ്രഷ് ബൈയിങ് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഇതേ ഒരു ബൈയിങ് സിനാരിയോ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചാർട്ടിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ബട്ട് ലാസ്റ്റ് ഡേയിൽ വന്നിട്ട് ഓൾ ടൈം ഹൈൻ്റെ മുകളിൽ എത്തിയിട്ട് ആ ഒരു സിനാരിയോ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. കംപ്ലീറ്റ്ലി ഒരു റേഞ്ചിലേക്ക് പോയിട്ടുണ്ട്. ആൻഡ് ഇതിനിടയിൽ ഞാനിത് പറയാനുള്ളൊരു കാരണം കൂടിയുണ്ട്. ഇവിടെ നമുക്ക് ഓപ്ഷൻ ചെയിനിൽ നോക്കിക്കഴിഞ്ഞാൽ അഗ്രസീവ് ആയിട്ടുള്ള പുട്ട് സെല്ലിങ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അഗ്രസീവ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ അഗ്രസീവ് ആയിട്ടുള്ള പുട്ട് സെല്ലിങ് നമുക്ക് അതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. സോ നമുക്ക് നാളത്തേക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോയിന്റ് തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. മാർക്കറ്റിൽ ഇൻ എനി ചാൻസ് താഴത്തേക്കുള്ള ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ടായി കഴിഞ്ഞാൽ നല്ല രീതിയിലൊരു സെൽ ഓഫ് നമുക്ക് കാണാൻ പറ്റും. ഓഫ് കോഴ്സ് നമുക്ക് സിയിലും സെല്ലിങ്ങും കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഈ ഒരു റേഞ്ചിനെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലേക്കുള്ളൊരു ഫ്രഷ് ബൈയിങ് നമുക്ക് കാണാൻ പറ്റും. ബട്ട് നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഓൾ ടൈം ഹൈയിൽ പ്രീവിയസ്ലി ഞാൻ പല പ്രാവശ്യം നിങ്ങളടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്. ഓൾ ടൈം ഹൈയിൽ എപ്പോഴൊക്കെ മാർക്കറ്റ് എത്തുന്നു അഗ്രസീവ് ആയിട്ടുള്ള സെല്ലിങ്ങുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഇവിടെ നിന്നാണെന്നുണ്ടെങ്കിലും സെയിം എക്സാമ്പിൾ നമുക്ക് എടുക്കാമായിരുന്നു. ഇവിടുന്ന് ഒരു അഗ്രസീവ് സെല്ലിംഗ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ആൻഡ് പ്രീവിയസ്ലി ഉള്ള കേസുകളിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴൊക്കെ മാർക്കറ്റ് ഓൾ ടൈം ഹൈയിലേക്ക് എത്തിയിട്ടുണ്ടോ അഗ്രസീവ് ആയിട്ടുള്ള സെല്ലിംഗ് ആണ് നമുക്ക് ഇവിടുന്ന് ഒക്കെ കാണാൻ പറ്റിയിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഓൾ ടൈം ഹൈയിൽ നിൽക്കുമ്പോൾ ഞാൻ ഈ കാണിക്കുന്ന പോയിന്റ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ ഓൾ ടൈം ഹൈ ആയിരുന്നു, സെൽ ഓഫ് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഓൾ ടൈം ഹൈ, ഇവിടെ ഓൾ ടൈം ഹൈ, ആൻഡ് അഗെയിൻ ഇവിടെ ഓൾ ടൈം ഹൈ, ഇതൊരു ഓൾ ടൈം ഹൈ ആണ്. സോ ഓൾ ടൈം ഹൈ എന്നൊക്കെ അഗ്രസീവ് ആയിട്ടുള്ള സെൽ ഓഫ് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. സോ ഇവിടുന്ന് മാർക്കറ്റിൽ ഈ പറഞ്ഞതുപോലെ ഒരു ടൈറ്റ് റേഞ്ച് ഉണ്ട് എങ്കിൽ പോലും നമുക്ക് മുകളിലേക്ക് അഗ്രസീവ് ആയിട്ടുള്ള ട്രേഡിനെ പ്ലാൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ചെയ്യാം. ബട്ട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള SLS സിസ്റ്റത്തിൽ ഫോളോ ചെയ്തുകൊണ്ട് മാത്രമേ നമ്മൾ മുകളിലേക്കുള്ള ട്രേഡിനെ പ്ലാൻ ചെയ്യാൻ പാടുള്ളൂ. പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ HDFC ചാർട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ HDFC വീക്ക് ആയിട്ടാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഓഫ് കോഴ്സ് HDFC വീക്ക് ആയിട്ടാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. ബട്ട് ഞാൻ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ HDFCയുടെ ഓൾ ടൈം ഹൈന്ന് എത്രയോ താഴെയാണ് നിൽക്കുന്നത്. ICICI ബാങ്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഓൾ ടൈം ഹൈൻ്റെ നിയറസ്റ്റ് ആയിട്ട് ഏകദേശം നിയറസ്റ്റ് എന്നുള്ള രീതിയിൽ പറയാൻ പറ്റും. കൊട്ടക് മഹീന്ദ്ര ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് പറയേണ്ട കാര്യമില്ല, ഓൾ ടൈം ഹൈൻ്റെ എത്രയോ താഴെയാണ് നിൽക്കുന്നത്. ആക്സിസ് ബാങ്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഓൾ ടൈം ഹൈൻ്റെ എത്രയോ താഴെയാണ് നിൽക്കുന്നത്. ബാങ്കിങ് സെക്ടേഴ്സിൻ്റെ കാര്യമായിട്ട് ഞാൻ പറയണേ. വെൻ ഇറ്റ് കംസ് ടു ബാക്കിയുള്ള സെക്ടേഴ്സ് ഇൻഫീലൊക്കെ റേറ്റ് കട്ടും കാരണമൊക്കെ ആയിട്ട് ഇൻഫിക്കൊക്കെ പോസിറ്റീവ് ന്യൂസ് തന്നെയാണ്, അതൊക്കെ ഞാൻ അംഗീകരിക്കുന്നുണ്ട്. ബട്ട് ഇത്രയും ഹയർ ലെവലിൽ ഫ്രഷ് ബൈയിങ് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കോമൺ സെൻസ് വെച്ചിട്ട് നമ്മളൊന്ന് യൂസ് ചെയ്താൽ മതി, നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ മതി. നമ്മളുടെ കയ്യിൽ ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഉണ്ടെന്നുണ്ടെങ്കിൽ 1400 എന്നുള്ള ഈ ഒരു ബേസിൽ വാങ്ങിക്കാത്ത ഞാൻ ഇവിടെ പോയി വാങ്ങിക്കുമോ എന്നുള്ളൊരു ചിന്ത ഉണ്ടാവുക. ഇവരുടെ കമ്പനിക്ക് വാല്യൂവിലും കാര്യങ്ങളൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ലൈക്ക് പുതിയ ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ വരുമ്പം ബാലൻസ് ഷീറ്റിൽ എമൗണ്ട് കാണുമ്പോൾ ഷെയർ പ്രൈസ് വലുതായിക്കൊണ്ടിരിക്കും. ഷെയർ പ്രൈസ് വലുതാകുമ്പം ഓഫ് കോഴ്സ് അവിടെ ബൈയിങ് നടക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ ബൈയിങ് നടക്കുന്നുണ്ട്. ബട്ട് എത്ര അഗ്രസീവായിട്ട് നമുക്കതിനെ പ്ലാൻ ചെയ്യാൻ പറ്റും? നമ്മൾ നോർമൽ ട്രേഡേഴ്സാണ്, നമുക്ക് എത്ര അഗ്രസീവായിട്ട് അതിനെ പ്ലാൻ ചെയ്യാൻ പറ്റും? ഇൻഫിയുടെ കേസ് നോക്കുകയാണെങ്കിൽ അങ്ങനെ. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു TCSലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും നല്ല രീതിയിലുള്ളൊരു ബൈയിങ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് റിലയൻസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾ ടൈം ഹൈൻ്റെ ഏകദേശം അടുത്ത് എന്നുള്ള രീതിയിൽ തന്നെ പറയാൻ പറ്റും. സ്റ്റിൽ ഒരു ബേസ് ഉണ്ടാക്കിയിട്ട് വീക്ക്നെസ്സിൻ്റെ പോയിന്റിലൊന്നുമല്ല ഇപ്പം റിലയൻസും ഉള്ളതെന്നുള്ളതാണ്. ബട്ട് ബാങ്ക് നിഫ്റ്റിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സ്റ്റോക്കുകളും വീക്ക്നെസ് തന്നെയാണ് കിടക്കുന്നത്. സോ ബാങ്കിങ് സെക്ടർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ച് ബാക്കിയുള്ള നാടുകളെ സംബന്ധിച്ചുള്ളത് പോലെയല്ല. US നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോപ്പ് 10 ബാങ്കിങ് സെക്ടേഴ്സ് ഇല്ല എന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ പേരിലുള്ള സ്റ്റോക്കുകൾ മാത്രമേ ഉള്ളൂ എന്ന് പറയാം. വെയിറ്റേജും വളരെ ഷോക്കാണ്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഫിനാൻഷ്യൽ സെക്ടറിന് ഏകദേശം നിഫ്റ്റിയിൽ 30% വെയിറ്റേജ്, 30 കൂടുതൽ ശതമാനം വെയിറ്റേജ് ഫിനാൻഷ്യൽ സെക്ടറിന് മാത്രമുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ സെക്ടർ സ്ട്രോങ് ആവാതെ ബാങ്ക് സ്ട്രോങ് ആവാതെ നിഫ്റ്റി എത്രത്തോളം സ്ട്രോങ് ആവും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. സോ ഈ ഒരു ചിന്ത മനസ്സിൽ വെച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓവർ അഗ്രസീവ് ആയിട്ടുള്ള ട്രേഡുകളെ ഒഴിവാക്കാൻ പറ്റും എന്നുള്ളതാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഒഴിവാക്കണം എന്നുള്ളതാണ്. സോ ആ ഒരു കാര്യം നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മുടെ ചിന്തയിൽ വെക്കണം എന്നുള്ളതാണ്. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ അനാലിസിലേക്ക് പോകാം. എങ്ങനെയാണ് നമ്മുടെ ട്രേഡ് പ്ലാനുകളും കാര്യങ്ങളൊക്കെ ഉള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. 15 ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ലെവൽസ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഈ ഒരു ലെവലായിരുന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ലൈക്ക് നമ്മൾ ബാങ്ക് നിഫ്റ്റിക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്ത ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലായിരുന്നു. ബാങ്ക് നിഫ്റ്റി ഈ ഒരു ലെവലിൻ്റെ താഴെ ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് മാത്രമായിരുന്നു. ഇതിൻ്റെ താഴെ പ്രോപ്പർ ക്യാൻഡിൽ ക്ലോസ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രം താഴത്തേക്കുള്ള ഒരു മൂവ് എന്നായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്.
ആൻഡ് നിഫ്റ്റിയുടെ കേസിൽ വരികയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയുടെ കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി ഈ ഒരു ലെവലായിരുന്നു. ഈ ഒരു 2 ലെവലിൻ്റെ താഴെ മുകളിലായിട്ടായിരുന്നു മാർക്കറ്റിലെ മൊമെൻറ്റത്തിൻ്റെ കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് വന്നിട്ടേ ഇല്ല. സോ അതുകൊണ്ട് തന്നെ നമ്മളതിനെക്കുറിച്ച് പ്രത്യേകിച്ച് കഥയൊന്നും പറയുന്നില്ല എന്നുള്ളതാണ്. ആൻഡ് ഇനി നാളത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റിൽ ആ ഒരു ലെവലിനെ തന്നെയാണ് ഞാൻ എടുക്കുന്നത്. ആൻഡ് ഓൾ ടൈം ഹൈയിൽ ആയതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഓവർ അഗ്രസീവായിട്ട് ഈ ഒരു ട്രേഡിനെ പ്ലാൻ ചെയ്യുക എന്ന് പറഞ്ഞ പരിപാടിക്ക് നിൽക്കുന്നില്ല. കാരണം മാർക്കറ്റിൽ ഫ്രഷ് ബൈയിങ് കാണാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു കാര്യം വരുന്നുണ്ട്. ആൻഡ് അറ്റ് ദ സെയിം ടൈം നമ്മൾ ലോജിക്കലി ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സാധ്യത നടക്കാനുള്ള സാധ്യതയും കുറവാണ്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ഓപ്ഷൻസിലേക്ക് നമ്മളിപ്പോൾ ഇൻഡെക്സിൻ്റെ കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻസിൽ ഒരു മൂവ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഫ്രഷ് ബൈയിങ് നടന്നുകൊള്ളണം നിർബന്ധമില്ല. സ്റ്റോക്കിൽ ഫ്രഷ് ബൈയിങ് വന്നോളണം യാതൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കാരണം ഈ ഒരു ലെവലിൽ ഫ്യൂച്ചേഴ്സിലെല്ലാം തന്നെ സെല്ലുണ്ടാവും ആൻഡ് ഓപ്ഷൻസിലും എന്തുണ്ടാവും, സെല്ലുണ്ടാവും. സോ അവിടെ ഒരു ഷോർട്ട് കവറിങ് ഉണ്ടായി കഴിഞ്ഞാൽ നല്ല രീതിയിൽ, അതായത് ഇവിടുത്തെ SLകൾ ഹിറ്റായി കഴിഞ്ഞാൽ ഇവിടുന്ന് നല്ല രീതിയിൽ മാർക്കറ്റ് എന്താവും, മുകളിലേക്ക് കയറിപ്പോവും. ആൻഡ് അതേപോലെ തന്നെ ഇവിടെ ലോങ് അൺവൈൻഡുകൾ ഉണ്ടായി കഴിഞ്ഞാൽ, അതായത് ലോങ്ങിലേക്ക് പ്ലാൻ ചെയ്തിട്ടുള്ള ട്രേഡിൻ്റെ SL ഹിറ്റ് ആയി കഴിഞ്ഞാൽ മാർക്കറ്റ് ഷാർപ്പായിട്ട് ഇവിടുന്ന് താഴത്തേക്കും വരാൻ സാധ്യതയുണ്ട്. സോ ഫ്രഷ് ഫ്രഷ് സെല്ലിംഗ് ഉണ്ടാവാനായിട്ട്, ഫ്രഷ് ബൈയിങ് ഉണ്ടാവാനായിട്ട്, ഇൻ ദ സെൻസ് മൂവ് ഉണ്ടാവാനായിട്ട് ഫ്രഷ് സെല്ലിങ്ങോ ബൈയിങ്ങോ ഉണ്ടായിക്കോളുന്ന അത്ര ഭയങ്കര നിർബന്ധമൊന്നും ഓപ്ഷൻസിലില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു റേഞ്ചിനെ വാച്ച് ചെയ്യാം. 25,200 എന്നുള്ള ലെവലിനെ നമുക്ക് വാച്ച് ചെയ്യാം. അതുപോലെ തന്നെ 25,260 അല്ലെങ്കിൽ 255 എന്നുള്ള ഈ ഒരു ലെവലിലെയും നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ് നാളത്തേക്ക് വേണ്ടിയിട്ട്. ആൻഡ് താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, മുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ്സുകളുണ്ട്. ഒന്നാമത്തെ 25,122 എന്നുള്ള ലെവലിനെ നമ്മൾ വാച്ച് ചെയ്യണം, 120 എന്നുള്ള ലെവലിനെ. ആൻഡ് അതിനുശേഷം താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ നമ്മൾ വാച്ച് ചെയ്യേണ്ടത് 25,75 എന്നുള്ള ലെവലാണ്. ആൻഡ് താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം എനിക്കിവിടെ പറയാനുള്ളത്, ഇവിടെ ട്രേഡിംഗ് വീഡിയോ ചാർട്ടിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കേണ്ടതുണ്ട് ക്വിക്കായിട്ട്. ഇവിടെ നമുക്കൊരു റണ്ണവേ ഗ്യാപ്പ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. യൂഷ്വലി റണ്ണവേ ഗ്യാപ്പുകൾ എല്ലാ ദിവസവും ഫില്ലാവാറുണ്ട്. എന്താണ് റണ്ണവേ ഗ്യാപ്പ് എന്നറിയില്ല എന്നുണ്ടെങ്കിൽ, ആദ്യമായിട്ട് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ റണ്ണവേ ഗ്യാപ്പിനെ കുറിച്ച് നമ്മൾ ക്ലിയർ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൻ്റെ പേര് വെച്ചിട്ടൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്കത് കിട്ടും. ആ ഒരു വീഡിയോ ഒന്ന് കാണുക. ആൻഡ് ഫ്രീ ആയിട്ടുള്ള ദിവസങ്ങളാണ് ഇതൊക്കെ, ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ദിവസമായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ആൻഡ് ഇനി ഇത്രയാണ് നിഫ്റ്റിയിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽസ്. മുകളിലേക്കുള്ള ലെവൽസിന് ഞാൻ വാച്ച് ചെയ്യുന്നില്ല. ഓഫ് കോഴ്സ് താഴെ മുകളിൽ പ്രത്യേകിച്ച് റെസൻസോ കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിനെ ഞാൻ വാച്ച് ചെയ്യുന്നില്ല. ആൻഡ് മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ട് SLനെ കീപ്പ് ചെയ്തുകൊണ്ട് മാത്രം ട്രേഡിനെ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. എഗെയിൻ എന്തെങ്കിലും ലെവൽസോ കാര്യങ്ങളോ ലൈവ് മാർക്കറ്റിൽ ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഞാനത് നമ്മുടെ ടെലഗ്രാമിൽ ഷെയർ ചെയ്യുന്നതാണ്. ആൻഡ് ഇനി നിഫ്റ്റി ബാങ്കിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ നമുക്കിവിടെ വാച്ച് ചെയ്യാൻ പറ്റുന്ന ലെവൽസ് എന്ന് പറഞ്ഞാൽ, ഓൺ ദ ലോവർ സൈഡ് ഞാൻ എടുക്കാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ്. അതായത് 51,300 എന്നുള്ള ലെവലിലാണ് ഞാൻ ഓൺ ദ ലോവർ സൈഡ് എടുക്കാൻ പോകുന്നത്. 51,300. ഓൺ ദ അപ്പർ സൈഡ് ഞാൻ എടുക്കാൻ പോകുന്നത് 460 എന്നുള്ള 455 460 എന്നുള്ള ഈ ഒരു ലെവലിനെ ആയിരിക്കും. സോ ഈ ഒരു 2 റേഞ്ചിനെയാണ് നാളത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് സേ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് ട്രേഡ് ചെയ്തതിന് ശേഷം മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുകളിലേക്ക് നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. നിന്ന് ട്രേഡ് ചെയ്തതിന് ശേഷം മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. വാട്ട് ഇഫ് താഴത്തേക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഒരു 1 2 3 ക്യാൻഡിൽ ഉണ്ടാക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ നിന്ന് താഴത്തേക്കൊന്ന് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് 5100 എന്നുള്ള ലെവലിലേക്കും, ആൻഡ് ഫർദർ ഡൗൺ മൂവ് ഉണ്ടാണെന്നുണ്ടെങ്കിൽ 5100 താഴെ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ 50,950 എന്നുള്ള ലെവലിലേക്കും ഈസി ആയിട്ട് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് അതിൻ്റെ താഴെ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാത്രമേ ഫർദർ ഡൗൺ മൂവ് ഉണ്ടാവുകയുള്ളൂ എന്നുള്ള വാച്ച് ചെയ്യുക. 50,950 എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു പോയിന്റ് 50,100 ഞാൻ ഇങ്ങോട്ട് തന്നെ മാറ്റി വെച്ചേക്കാം. ഞാൻ 50,950 പറയാനുള്ള കാരണം, അതിൻ്റെ താഴെ വന്നാൽ ഇവിടെ ഒരു ചെറിയ ട്രാപ്പ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ലെവലിനെ പറഞ്ഞത്. ബട്ട് നമുക്ക് ടാർഗറ്റ് ആയിട്ട് ഈ ഒരു ലെവലിനെ തന്നെ വാച്ച് ചെയ്യാം. 51,000 എന്നുള്ള ലെവലിനെ തന്നെ വാച്ച് ചെയ്യാം. ബട്ട് ഫർദർ സെൽ ഓഫ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ 50,950 താഴെയായിട്ട് പ്രോപ്പറായിട്ട് ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ താഴത്തേക്കുള്ള മൂവുകൾ നമുക്കതിനകത്ത് കാണാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ്. വാട്ട് ഇഫ് ഇനി മാർക്കറ്റ് അപ്പോ സൈഡിലേക്കുള്ള മൂവാണ് തരുന്നതെന്നുണ്ടെങ്കിൽ, 450 മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോ സൈഡിലേക്കുള്ള മൂവ് നമുക്ക് കാണാൻ പറ്റും. ആ ഒരു ഇനീഷ്യൽ പുഷ് നമുക്ക് മേ ബി ഒരു 550 600 വരെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ബട്ട് ഫർദർ അപ്പോ സൈഡിലേക്കുള്ള മൂവ് ഉണ്ടാണെന്നുണ്ടെങ്കിൽ 600 അല്ലെങ്കിൽ 550 മുകളിലായിട്ട് പ്രോപ്പറായിട്ട് ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ ഫ്രഷ് മുകളിലേക്കുള്ള മൂവുകൾ നമുക്ക് അവിടെ കിട്ടുള്ളൂ എന്നുള്ളതാണ്. ട്രാപ്പ് ആവാൻ സാധ്യതയുള്ള പോയിന്റുകളാണ്. താഴെയാണെന്നുണ്ടെങ്കിലും മുകളിലാണെന്നുണ്ടെങ്കിലും വാച്ച് ചെയ്യണം എന്നുള്ളതാണ്. ആൻഡ് വാട്ട് ഇഫ് മാർക്കറ്റിൽ ഗ്യാപ്പ് അപ്പ് ഓർ ഗ്യാപ്പ് ഡൗൺ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, ഗ്യാപ്പ് അപ്പ് ആണ് മാർക്കറ്റിൽ ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ 51,550 എന്നുള്ള ലെവലിൻ്റെ മുകളിൽ ഓപ്പൺ ആയാൽ മാത്രമേ ഞാൻ അതിനൊരു ഗ്യാപ്പ് അപ്പ് ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. ആൻഡ് അതിൻ്റെ മുകളിൽ 2 3 ക്യാൻഡിൽ ഗ്രീൻ കളറിൽ നിന്ന് ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
മാത്രമേ ഫർദർ അപ്പർ സൈഡിലേക്കുള്ള മൂവിനെ കുറിച്ച് ഞാൻ പ്ലാൻ ചെയ്യുന്നുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എഗെയിൻ ഈ ഒരു റേഞ്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ എഗെയിൻ ഓഗസ്റ്റ് ലാസ്റ്റ് വീക്ക് പിന്നെ കിളി പോയതുപോലെ പിന്നെ സെപ്റ്റംബറിലെ ഫസ്റ്റ് വീക്ക് മിക്കവാറും കിളി പോകാനുള്ള സാധ്യത അവിടെയുണ്ട്. കാരണം മാർക്കറ്റിൽ പ്രീഡിഫൈൻഡ് ആയിട്ടുള്ള സപ്പോർട്ടും റെസിസ്റ്റൻസും ഉണ്ടാവുകയാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് പിന്നെ ഒരു വോളട്ടൈൽ വീക്കായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. സോ ആ ഒരു ചിന്തയും കൂടി മനസ്സിലുണ്ടാവുക എന്നുള്ളതാണ്. വാട്ട് ഇഫ് ഇനി ഗ്യാപ്പ് ഡൗൺ ആണ് ഉണ്ടാകുന്നതെന്നുണ്ടെങ്കിൽ ചെറിയൊരു കൺഫ്യൂഷനിലേക്കായിരിക്കും മാർക്കറ്റ് ഉണ്ടാവുക. ഭയങ്കരമായിട്ടുള്ള മൂവ്മെൻറ്റിന് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. കാരണം റൗണ്ട് നമ്പർ ഇവിടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഇത് സ്ട്രോങ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ 500 പോയിൻസിൻ്റെ റേഞ്ച് എഗെയിൻ മാർക്കറ്റിൽ ഒരു കിളി പോകുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാവുക. ആൻഡ് ക്ലിയർ കട്ട് മൊമെൻറ്റം കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു കണ്ടിന്യൂസ് ഒരു 2 ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ 2 ക്യാൻഡിലൊക്കെ താഴെ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ക്ലിയർ കട്ട് മൊമെൻറ്റത്തിനൊക്കെ നമുക്ക് അടുത്ത ദിവസങ്ങളിലേക്ക് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ആൻഡ് മിഡ് ക്യാപ് നിഫ്റ്റിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മിഡ് ക്യാപ് നിഫ്റ്റിയുടെ എക്സ്പയറി ആണ് അടുത്ത ദിവസം വരാൻ പോകുന്നത്. മിഡ് ക്യാപ് നിഫ്റ്റിയിലേക്കൊക്കെ അത്യാവശ്യം നല്ല മൂവുകൾ ഇപ്പോൾ വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ യൂഷ്വലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, ഞാൻ ഇതിനകത്ത് മാത്രം ട്രേഡ് ചെയ്യുന്ന ഒരാളാണ്. നിഫ്റ്റി ബാങ്കിൽ മാത്രം ട്രേഡ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ എൻ്റെ ട്രേഡിംഗ് ഒന്ന് എക്സ്പാൻഡ് ചെയ്താലോ എന്നുള്ള ചിന്തയും വരുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഗോൾഡിലേക്ക് വേണ്ടെങ്കിലും മാറിയിട്ട് അതിനകത്തൊന്ന് ട്രേഡ് ചെയ്യാനുള്ള ചിന്തയും വരുന്നുണ്ട്. കാരണം അവിടെയൊക്കെ നമുക്ക് കിട്ടുന്നത് ഗോൾഡിനും ഫോറക്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് DK കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഒരു സ്ലോ ആൻഡ് സ്റ്റഡി ഒരു ക്ലിയർ മൊമെൻറ്റം നമുക്ക് കിട്ടുന്നുണ്ട്. ട്രേഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ത്രില്ല് വരുന്നുണ്ട് എന്നുള്ളൊരു സത്യാവസ്ഥയാണ് അല്ലേ. ആൻഡ് മിഡ് ക്യാപ് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 13,155 എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം. ആൻഡ് അതുപോലെ തന്നെ പിന്നെ ഓൺ ദ അപ്പർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 30,180 എന്നുള്ള 190 എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം. ആ ഒരു ലെവലിൻ്റെ താഴെ മുകളിലായിട്ടായിരിക്കും മൊമെൻറ്റങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ്. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ഹെവി വെയിറ്റ് സ്റ്റോക്കുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ HDFCയിൽ ലാസ്റ്റ് സപ്പോർട്ടിന് തൊട്ടടുത്താണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത്. സോ ആ സോപ്പിൽ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ 1620 എന്നുള്ള പോയിന്റാണ്. 1620 ആണ് ലാസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബേസ് എന്ന് പറഞ്ഞാൽ 1620 താഴെ വന്നു കഴിഞ്ഞാൽ എഗെയിൻ വീക്ക്നെസ് തന്നെ നമ്മൾ പ്രതീക്ഷിക്കണം. ആൻഡ് അതുപോലെ തന്നെ 1630 മുകളിലാണെന്നുണ്ടെങ്കിൽ മാത്രമേ ചെറിയൊരു ബൈയിങ് എങ്കിലും അതിനകത്ത് ഉണ്ടാവുള്ളൂ. സോ ആ ഒരു ലെവലിനെയും പ്രോപ്പറായിട്ട് ഒന്ന് വാച്ച് ചെയ്യണം. എഗെയിൻ ICICI ബാങ്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മേജർ സപ്പോർട്ടായിട്ട് ഇനി വരാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു 1220 എന്നുള്ള ലെവലാണ്. 1220 താഴെ വന്നാൽ മാത്രമേ വീക്ക്നെസ് ഉണ്ടാവുള്ളൂ. ആൻഡ് അതുപോലെ തന്നെ 1230 എന്നുള്ളത് ഒരു പിന്നെ ചെറിയൊരു സപ്പോർട്ട് പോയിന്റ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള പോയിന്റ് ആണ്. ഈ ഒരു പോയിന്റ് പിന്നെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു 10 പോയിന്റ്സിന്റെ താഴത്തേക്കുള്ള ഒരു മൂവ്മെന്റ് അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആൻഡ് വെൻ കംസ് ടു കൊട്ടക് മഹീന്ദ്ര ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആസ് ഓഫ് നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ 1790 എന്നുള്ള പോയിന്റ് ആണ്. 1790 താഴെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു വീക്ക്നെസ്സിന് അതിനകത്ത് പ്രതീക്ഷിക്കേണ്ടതുണ്ട്. ആക്സിസ് ബാങ്കിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ആക്സിസ് ബാങ്കിൽ നമുക്ക് നാളത്തേക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഓൺ ദ അപ്പർ സൈഡ് നമുക്ക് പിന്നെ വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് ഓഫ് കോഴ്സ് ഈ ഒരു ലെവലിൽ തന്നെയാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത്. അതായത് 1170 എന്നുള്ള പോയിന്റ്. ഓൺ ദ അപ്പർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1185 എന്നുള്ള പോയിന്റിനെ നമുക്ക് വാച്ച് ചെയ്യാം. ആ ഒരു ലെവലിൻ്റെ താഴെ മുകളിലായിട്ടായിരിക്കും മൊമെൻറ്റം ഉണ്ടാവുക. ആൻഡ് ഇൻഫോസിസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ടായിട്ട് നമുക്ക് വരാൻ പോകുന്നത് 1925 എന്നുള്ള പോയിന്റ് തന്നെയാണ്. 1925 താഴെയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഒരു വീക്ക്നെസ്സിനെ നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുണ്ട്. ആൻഡ് TCSലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആസ് കമ്പയർ ടു പിന്നെ ഈവൻ ഇൻഫി ചെറിയൊരു റിജക്ഷൻ ലാസ്റ്റ് പോയിന്റിൽ മേ ബി ഒരു പിന്നെ ഇതായിരിക്കാം, പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരിക്കാം. ബട്ട് നമുക്ക് സ്റ്റിൽ ആ ഒരു ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ബുള്ളിഷ് സൈഡ് തന്നെയാണുള്ളത്. ബട്ട് വീക്ക്നെസ്സിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ മേജർ സപ്പോർട്ട് നമുക്ക് വരാൻ പോകുന്നത് 4500 എന്നുള്ള പോയിന്റ് തന്നെയാണ്. 4500 താഴെ വന്നാൽ മാത്രമേ ഒരു മേജർ സെല്ലിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു 30 അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ തന്നെ നമുക്ക് എടുക്കാം. 4530 എന്നുള്ള ലെവലിൽ നമുക്ക് എടുക്കാം. ആ ഒരു ലെവലിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു 10-30 രൂപയുടെ ഒരു മൂവ്മെൻറ്റ് താഴത്തേക്ക് കാണിക്കാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു ലെവലിൽ ഒന്ന് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം. ആൻഡ് റിലയൻസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ട്രെൻഡ് ലൈൻ നമ്മൾ പ്രീവിയസ്ലി വരച്ച് വെച്ചിട്ടുള്ളതാണ്. ആ ഒരു ട്രെൻഡ് ലൈനെ തന്നെ അവിടെ വരച്ച് വെക്കുക. ആൻഡ് അഗെയിൻ 3010 എന്നുള്ള ലെവലിൽ നമുക്ക് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാവുന്നതാണ്. സോ അനാലിസിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യാൻ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസങ്ങൾ വീണ്ടും കാണാം. ബൈ.